കൊച്ചങ്ങളെ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് നമ്മുടെ പരിയാരം നമ്മുടെ ഇവിടെ അടുത്ത് പരിയാരത്ത് നല്ല അടിപൊളി ബീഫ് പോർക്ക് ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ പരിയാരത്ത് പോയിട്ട് ഒരു 1.5 കിലോ പോർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ കണ്ടപ്പോൾ നല്ല ഇറച്ചിയൊക്കെ ആയിട്ട് തോന്നി. പക്ഷെ ഇവിടെ വന്നപ്പോൾ മൊത്തം നെയ്യ് അതിനകത്ത് കേട്ടോ. ഇത് കണ്ടോ, കൂടുതലും നെയ്യാണ്. അപ്പം ഇങ്ങനെ നെയ്യ് കൂടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ നെയ്യ് മാത്രം നമ്മളിങ്ങനെ ഈ പാത്രത്തിലേക്ക് മാറ്റി പെറുക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോർക്ക് മേടിക്കുമ്പോൾ നല്ല നെയ്യ് കൂടുതലാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എടുക്കുക, നെയ്യ് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഉരുക്കാന്ന് പറയും കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് അതിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഉരുകി അതിൻ്റെ എണ്ണ ആ നെയ്യെല്ലാം ഇങ്ങനെ വരും. എന്നിട്ട് ലാസ്റ്റ് ആ ഇറച്ചി എല്ലാം കൂടി ഇട്ട് നമുക്ക് വേവിച്ചിട്ട് നമുക്ക് കറിയാക്കാം. ആ ഉരുക്കിയ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെയ്യ് നമുക്ക് കൈ പൊള്ളിക്കഴിഞ്ഞാൽ കൊഴുത്ത് പോലെ എടുത്തിട്ട് അതിങ്ങനെ തൂത്താൽ പൊള്ളൽ മാറിക്കിട്ടും. അതുപോലെ കപ്പയൊക്കെ കടുക് തളിക്കാനും കടച്ചക്ക അങ്ങനത്തെയൊക്കെ കടുകൊക്കെ തളിച്ചിട്ട് നമ്മൾക്ക് ഈ എണ്ണ ഒഴിച്ചിട്ട് താളിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ നമ്മുടെ നെയ്യ് ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഉരുകുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഓക്കെ, സവോള ഇഞ്ചി ഒക്കെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് നന്നാക്കി അരിഞ്ഞ് പൊളിച്ച് എടുക്കാം. നമ്മുടെ നെയ്യ് കണ്ടോ, എന്തോരം നെയ്യാന്ന് നോക്കിക്കേ. ഇത് മൊത്തം നമുക്ക് കഴിക്കേണ്ടത് നമ്മുടെ വയറ്റിൽ ചെല്ലും. അപ്പോൾ ഇത് നമുക്ക് ടിന്നിലാക്കി മാറ്റി വെക്കാം കേട്ടോ. ഈ നെയ്യ് വേണ്ടുന്നവർക്ക് കേട്ടോ. ചില ആൾക്കാർക്ക് ഇത് ടേസ്റ്റ് ഇഷ്ടാവില്ല. താല്പര്യമുള്ളവർക്ക് കൈയൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ ഈ പന്നുനെയ്യ് തേച്ചാൽ പെട്ടെന്ന് മാറും എന്നൊക്കെ എന്നോട് ഇങ്ങനെ അമ്മ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. പിന്നെ കപ്പയ്ക്കകത്തൊക്കെ ഇത് കടുക് തളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒലത്തിലൊക്കെ ചെയ്താലും നല്ലതാണ്. ഇത് ഫുള്ള് നമ്മുടെ വയറ്റിൽ പോകേണ്ട നെയ്യ്. അതുണ്ടോ, പച്ചവെള്ളം പോലെ ഇരിക്കും നെയ്യ്. ഹലോ, പോർക്കിറച്ചിക്ക് ഇതാണ് ഒരു പ്രത്യേകത, ഈ നെയ്യ് ഉണ്ടാവും. ഇത് ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ചുങ്ങി ഇത് കുഞ്ഞിയാവും. ഇത് ഫുള്ള് ഉരുകി ഇതിനകത്തുനിന്ന് ഇറങ്ങും. അപ്പം ഞാൻ പിന്നെ സവോളയും കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ. ഇതാ ബീഫ് മേടിക്കാൻ വേണ്ടി പോയതാ. അവിടെ ചെന്നപ്പോൾ ബീഫ് കഴിഞ്ഞു. അപ്പം പിന്നെ പോർക്ക് കണ്ടപ്പോൾ പോർക്ക് അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിനി കപ്പയും കൂടെ വേവിക്കണം. ഈ കപ്പയൊക്കെ പൊളിക്കാനുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ പോർക്ക് നെയ്യ് ഉരുക്കിയതും അതുപോലെ നമ്മുടെ ഇറച്ചി എല്ലാം കൂടി ഇട്ട് ഒരു ഇത്തിരികോളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പും മഞ്ഞളും മാത്രമേ ഇട്ടിട്ടുള്ളേ. അത് വെന്തിട്ട് നമുക്കിതെല്ലാം വഴറ്റിയിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പോർക്ക് വേകുമ്പോഴത്തേനും നമുക്ക് കപ്പ അടുപ്പിൽ വയ്ക്കാം പൊളിച്ചിട്ട്. എന്നെക്കാട്ടി വലിയ കപ്പയാട്ടോ, പൊളിക്കാൻ ഇച്ചിരി ടാസ്ക്. കപ്പ ഞാൻ കൊത്തി കഴുകി അടുപ്പത്ത് വെക്കാൻ പോവാണേ. ഭയങ്കര ഈച്ച, ചന്ദനത്തിരി കത്തിച്ചിട്ട് ഞാൻ ഈച്ച പോവാൻ. നമുക്കൊരു അടപ്പെടുത്തിട്ട് മൂടാം. നമുക്ക് തേങ്ങ ചെരണ്ടി കപ്പയ്ക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. ഓക്കെ, നമ്മുടെ കപ്പ ഇതേ അടുപ്പത്ത് വേവാറായിട്ടുണ്ട്. നമ്മുടെ ഇതേ പോർക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഉപ്പ് മഞ്ഞൾ ഇട്ട് മാത്രം ഞാൻ വേവിച്ചതാ.
അപ്പോൾ നമുക്ക് ചട്ടിയിലാണ് ഞാൻ ഇന്ന് കറി വെക്കാൻ പോണത്. നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ഇത് ചൂടാകുമ്പോഴത്തേന് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കപ്പ വെന്തോന്ന്. ചിലത് വെന്തു, ചിലത് വേവാണ്ട്. ഒന്നുകൂടെ തിളക്കട്ടെ, ഒന്നുകൂടെ വേവട്ടെ. പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ അമ്മ ഇങ്ങനെ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ കപ്പയൊക്കെ ഇങ്ങനെ വെന്തോ നോക്കൂട്ടോ. ഇങ്ങനെ വെന്തോന്നൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് കപ്പ വെന്തോ നോക്കുമ്പോഴേനും പറഞ്ഞത് കുറച്ച് പാത്രത്തിലൊക്കെ ഇങ്ങനെ എടുത്ത് തരും. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ചൂട് കാരണം കൊണ്ട് നമുക്കത് പിടിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ അത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വെന്തില്ല, ഇത്രയേ ഉള്ളൂ. നമുക്ക് പുറമേ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഭയങ്കര പാടായിരിക്കുമെന്ന്. പക്ഷെ ഇതൊക്കെ ചെയ്തു വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് എന്നുള്ള കാര്യം. മനസ്സിലായില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ചട്ടിയിലെ ചൂടാവട്ടെ കേട്ടോ. ഞാൻ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയതാണ് മിക്സിയിലിട്ടേ. അപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, ഇച്ചിരി ഉപ്പിടാം. അല്ല പിന്നെ ഞാനത് മറന്നുപോയല്ലോ. അല്ല, കോട്ടയംകാരി വെക്കണ കോട്ടയം സ്റ്റൈലാണ് നമ്മൾ പോർക്ക് വെക്കാൻ പോകുന്നത് കേട്ടോ. കപ്പയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മുടെ ചട്ടി ഇതാ ചൂടായിക്കൊണ്ടിരിക്കണുള്ളൂ. കപ്പ ഞാൻ ഊറ്റിട്ടോ. കപ്പ ഊറ്റി ഇത് നമ്മൾ അരപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കഴുകി ലേശ വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ഇനി ഇവനെ നമുക്കിവിടെ മൂടി വെക്കാം. നമ്മുടെ എണ്ണ ചൂടായി ചട്ടിയിൽ. ഒരു 5-6 കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കോട്ടയം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കടുകൊക്കെ ഇടും. എണ്ണ ചൂടാകാതെ കടുക് ഇടാൻ പാടില്ല, പൊട്ടത്തില്ല. നമ്മുടെ എണ്ണ നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം കടുക് ഇടുക. നേരത്തെ കടുകൊക്കെ പൊടിക്കുമ്പോൾ നമ്മളിങ്ങനെ മാറിയൊക്കെ നിൽക്കുമല്ലോ. ഇപ്പൊ കടുകൊക്കെ പൊടിക്കുമ്പോൾ വേഗം പൊട്ടങ്ങൾ. എന്നിട്ടും എണ്ണ ചൂടാവില്ല. അതുകൊണ്ടോ നമ്മുടെ കടുക് കൂട്ടാൻ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ സവോളയൊക്കെ ഇടും കേട്ടോ. ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും ഞാൻ കുറച്ച് കൂടുതലിടും സവോളയൊക്കെ. ബീഫാണെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ ഇടാം. പക്ഷേ നമുക്ക് പോർക്കായതുകൊണ്ട് നമുക്ക് അതിനകത്ത് തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴട്ടി നല്ല മൊരിച്ച് നമുക്കെടുക്കാം. സവോള പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കപ്പ ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിലെ വെള്ളം വയ്ക്കുമില്ലെന്ന്. ഇങ്ങനെ
തവിയിൽ നമുക്ക് വെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇതേ നല്ല കുഴച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഇതാ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി കുറച്ചിടാം. പിന്നെ നമ്മുടെ ബീഫ് മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി, എന്നിട്ട് അതുകൂടെ നമുക്കൊന്നിങ്ങനെ ഇളക്കാം. അതിൻ്റെ കുത്തൽ ഒന്ന് മാറുന്നോളം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല ചൂടാ. ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇറച്ചീനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ കപ്പ കഴിക്കാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ചാറിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇത് കഴുകി ജസ്റ്റ് വെള്ളം കൂടി കുറച്ച് ഒഴിക്കുന്നുണ്ട്. ചട്ടിയിലൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ ഇരുന്നൊക്കെ നല്ല സെറ്റാവും കേട്ടോ. എന്നിട്ട് പോലും നല്ല നെയ്യുണ്ട്. നമ്മൾ ഉരുക്കിയിട്ട് പോലും നല്ല നെയ്യാ പോർക്ക്. അങ്ങനെ നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് നെയ്യ് കൂടുതലുണ്ട് കണ്ടോ. കറി ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനെ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല കപ്പ വേവിച്ചതും നല്ല പോർക്ക് കറിയും. ആരെങ്കിലും വരുന്നുണ്ടോ കഴിക്കാൻ? വരുന്നുണ്ടെങ്കിൽ പോരെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.